ഡയാന ഇന്ന് തന്നെ സന്ദർശിക്കുക. ഡയാന EAP ബിൽഡിംഗ്സ് തൊടുപുഴ. നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഭീതിയുടെ നിഴലിൽ മൂലമറ്റം ജലന്ധർ സിറ്റിയിൽ 15ഓളം കുടുംബങ്ങൾ. പുഴയുടെ സംരക്ഷണ ഭിത്തി കെട്ടാത്തത് ഈ കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയായിരിക്കുകയാണ്. വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികൾ പോലീസ് നശിപ്പിച്ചു. കാഞ്ഞാർ മുതിയാൻ മലയിൽ ചിരട്ടോലിൽ സിബിയുടെ പുരയിടത്തിൽ വളർത്തിയിരുന്ന കഞ്ചാവ് ചെടികളാണ് കാഞ്ഞാർ പോലീസ് നശിപ്പിച്ചത്. പുറപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നെടിയശാല ബ്രാഞ്ചിന്റെ പുതിയ മന്ദിരോദ്ഘാടനം ശനിയാഴ്ച മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്നും ബാങ്ക് ഭാരവാഹികൾ. തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ മാർത്തോമാ ശ്ലീഹ ദുഃഖാന തിരുനാളിനോടനുബന്ധിച്ച് മലയോട്ടവും ഊട്ടുനേർച്ചയും നടത്തി. മഴയത്തും ജനങ്ങളെ പൊള്ളിച്ച് പച്ചക്കറി വിപണി. കോഴിമുട്ടയ്ക്കും താറാമുട്ടയ്ക്കും വൻ വിലക്കയറ്റം. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഭീതിയുടെ നിഴലിൽ മൂലമറ്റം ജലന്ധർ സിറ്റിയിൽ 15ഓളം കുടുംബങ്ങൾ. പുഴയുടെ സംരക്ഷണ ഭിത്തി കെട്ടാത്തത് ഈ കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയായിരിക്കുകയാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. പുഴയുടെ സംരക്ഷണ ഭിത്തി കെട്ടാത്തതിനാൽ ഭീതിയോടെ കഴിയുകയാണ് ഇടുക്കി മൂലമറ്റം ജലന്ധർ സിറ്റിയിൽ 15ഓളം കുടുംബങ്ങൾ. മന്ത്രി PJ ജോസഫിനടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നിരവധി വർഷമായി നച്ചാർ പുഴയുടെ തീരത്ത് ഭീതിയോടെ ഈ കുടുംബങ്ങൾ താമസിക്കുന്നു. ഇത് ഉച്ചയായപ്പോഴത്തേക്ക് 2.5 കോടി ചുമ്മാ മൊത്തത്തോടെ താഴോട്ട് ഇടിഞ്ഞു പോയത്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരുടെ 10-40 കൊല്ലമായി. പരാതികൾ ഒത്തിരി കൊടുത്തു, എന്നിട്ട് നടപടിയൊന്നുമില്ല. ഇഷ്ടംപോലെ പൈസ പഞ്ചായത്തിനുണ്ട്, അതിനും അത് ചിലവാക്കാനും അത് പ്രസിഡൻറ്റും അവിടെയുള്ള മെമ്പർമാരും തമ്മിൽ ഉടക്കാനുള്ള ഇതുകൊണ്ടാണ് കിട്ടാത്തത്. ബാക്കി ഉള്ള സ്ഥലമെല്ലാം ഇത് കെട്ടിക്കൊടുക്കുകയും ചെയ്തു, എല്ലാം ചെയ്തു. കാശുള്ളവർക്ക് എല്ലാവർക്കും അത് കെട്ടിക്കൊടുത്തു. ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. മാനം കറുക്കുമ്പോൾ ഉള്ളിൽ ഭീതിയും നിറയും. കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം വീടുകളിലെല്ലാം അപകടാവസ്ഥയിലാണ്. ഒരു വീടിന്റെ പിൻവശം പൂർണ്ണമായും തകർന്നു. പഞ്ചായത്തിൽ പരാതി പറയാനെത്തിയ ഒരു വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവം ഇങ്ങനെ. ഞങ്ങൾ 3-4 വർഷമായി ഇങ്ങനെ പെരയുടെ പുറകെ ഇടിഞ്ഞ് പോയിട്ട് പഞ്ചായത്തിൽ ചെന്ന് പറയും വില്ലേജിൽ പോകാം, വില്ലേജ് ചെല്ലും പറയും ജലവകുപ്പ് മന്ത്രിയെ കാണാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു എഞ്ചിനീയറെ പോയി കാണാൻ പറഞ്ഞു കട്ടപ്പന. അവിടെയും ഞങ്ങൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു ഇവിടെ പോയി MLAയുടെ എഴുത്ത് മേടിച്ചുകൊണ്ടാൻ പറഞ്ഞു. MLAയുടെ എഴുത്ത് മേടിച്ചുകൊണ്ടെന്ന് ഇതെല്ലാം സാക്ഷനായി ഞങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ ഒരു തീരുമാനമില്ല. ഞങ്ങളുടെ 3 വർഷമായി ഇടിഞ്ഞ് പോയിട്ട്. ഇതേ സമയം പുഴയുടെ തീരത്ത് സ്വാധീനശേഷിയുള്ളവർ താമസിക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്. മന്ത്രി PJ ജോസഫിന് നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടിരുന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. VBC ന്യൂസ്, തൊടുപുഴ. ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് നടൻ റിയാസ് ഖാൻ മനസ്സ് തുറക്കുന്നു. അർജന്റീനയുടെ ആരാധകനായ റിയാസ് ഖാന് അർജന്റീനയ്ക്ക് തന്നെ കപ്പ് ലഭിക്കണമെന്നാണ് ആഗ്രഹവും. ലാസ്റ്റ് മറ്റേ കളി കളിച്ച വേൾഡ് കപ്പിൽ ലാസ്റ്റ് ഗോളും അതൊക്കെ കണ്ടാണ് ചെറുപ്പത്തിൽ ഇമ്പ്രസ് ആയത്. പിന്നെ നമ്മൾ അതിലേക്ക് ഫാനായി പോകും. അതുകൊണ്ടാണ് അർജന്റീന. കളിക്കമ്പക്കാർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ബ്രസീലും അർജന്റീനയും തന്നെ ഫൈനലിൽ വരണമെന്നാണ് റിയാസ് ഖാനും ആഗ്രഹിക്കുന്നത്. ഇരു ടീമുകളും ഫൈനലിൽ വന്നാൽ അത് ഒരു കളി തന്നെയാകും. നടക്കുന്നത് ബ്രസീലിലാണ്, അവരുടെ സ്ഥലത്താണ്. സോ നാച്ചുറലി അങ്ങനത്തെ അർജന്റീനയും അവിടെ ഉള്ളൊരു ആ ഭാഗത്തുള്ളൊരു ടീമാണ്. സോ അവർ രണ്ടും വരുമ്പോഴത്തേക്കും ജനത്തിൻ്റെ ഒരു ഭയങ്കര ആഘോഷമായിരിക്കും. സോ നാച്ചുറലി ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് തന്നെ രണ്ട് മെയിൻ ടീം കാണും. അത് വരട്ടെ, ഓപ്പോസിഷൻ വരട്ടെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ അവർ രണ്ടുപേരും വന്നാൽ കാണാൻ ഒരു രസമായിരിക്കും, ഒരു ഭയങ്കര ഒരു ഹരമായിരിക്കും. ഈ ലോകകപ്പിന്റെ താരം ലയണൽ മെസ്സി ആയിരിക്കുമെന്നും റിയാസ് ഖാൻ ഉറച്ചു വിശ്വസിക്കുന്നു. VBC ന്യൂസ്, തൊടുപുഴ. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ തോമസ് ലീഹയുടെ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ കുർബാനയിലും പ്രദക്ഷിണത്തിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോൺ എലഞ്ഞേട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ, ഏഴൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോർജ് തച്ചിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കഞ്ഞിക്കുഴി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ മാലിന്യ കൂമ്പാരം ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു. നിറഞ്ഞൊഴുകുന്ന കംഫർട്ട് സ്റ്റേഷനെതിരെയും ജനവികാരം ശക്തം. കഞ്ഞിക്കുഴിയിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ മാലിന്യ കൂമ്പാരത്തിനും പൊട്ടിയൊലിക്കുന്നതും ഉപയോഗശൂന്യമായതുമായ കംഫർട്ട് സ്റ്റേഷനും എതിരെ ജനവികാരം ശക്തമാകുന്നു. ദിവസവും നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന പഞ്ചായത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡാണ് കഞ്ഞിക്കുഴിയിലേത്. എന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള യാതൊരു സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടില്ല. വിവിധ സംഘടനകൾ നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും നിഷേധാത്മക നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. പൊട്ടിയൊലിക്കുന്ന കക്കൂസ് മാലിന്യങ്ങൾ കഞ്ഞിക്കുഴി ടൗണിനെ ദുർഗന്ധത്തിലാഴ്ത്തുന്നു. ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുകുകൾ പെരുകുകയും മഴക്കാല പകർച്ചവ്യാധികൾ കൂടുകയുമാണിവിടെ. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഭീമമായ തുക ചിലവഴിച്ച് ടൗണിൽ പണി തീർത്ത അഗതി മന്ദിരം കാട് പിടിച്ചു കയറിയ നിലയിലാണ്. പകൽ സമയത്ത് പോലും ഇവിടെ ചീട്ടുകളിയും മദ്യപാനവും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നു. പഞ്ചായത്തിൻ്റെ ഈ നിഷേധാത്മക നിലപാടിനെതിരെ 4-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് പഞ്ചായത്ത് ധർണ നടത്തുമെന്ന് കഞ്ഞിക്കുഴി വില്ലേജ് കർഷക സംരക്ഷണ സമിതി ചെയർമാൻ ബിജു പുരുഷോത്തമൻ, കോഓർഡിനേറ്റർ ബിനു പുന്നയാർ എന്നിവർ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും അനങ്ങാപ്പാറ നയത്തിനുമെതിരെ കർഷക സമിതിയുടെയും കഞ്ഞിക്കുഴി വ്യാപാര സമൂഹത്തിൻ്റെയും മേൽനോട്ടത്തിൽ നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച പഞ്ചായത്ത് പടിക്കൽ നമ്മുടെ സമരപരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ സമരം ഒരു തുടക്കമാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പഞ്ചായത്തിൽ നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ, ശോചനീയാവസ്ഥ പരിഹരിക്കുക, ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കാലം അത്രയും യാതൊരു അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂലമായ നടപടികളും സ്വീകരിക്കാത്തതുകൊണ്ട് കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സമൂഹത്തിലെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കഴിഞ്ഞ് 11 മണിക്ക് കടകൾ സ്വയം അടച്ച് ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് അഗതി മന്ദിരം എന്ന പേരിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഇവിടെ കാലങ്ങളായിട്ട് നിരവധി ആളുകൾ, നിരവധി സംഘടനകൾ, അയൽക്കൂട്ടങ്ങൾ, അതുപോലെ തന്നെ മർച്ചൻ്റ് അസോസിയേഷൻ, ടാക്സി ഡ്രൈവേഴ്സ്, ഇവരെല്ലാവരും പലവിധ സംഘടനകളും പരാതി പഞ്ചായത്തിൽ കൊടുക്കുകയുണ്ടായി. യാതൊരു വിധമായിട്ടുള്ള ഒരു സമീപനവും അവരുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് മാത്രമല്ല, തികച്ചും നിഷേധാത്മകമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് കർഷക സമിതി ഉൾപ്പെടുന്ന സംഘടനകൾ കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കഞ്ഞിക്കുഴി. വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികൾ പോലീസ് നശിപ്പിച്ചു. കാഞ്ഞാർ മുതിയാൻമല ചിരട്ടോലിൽ സിബിയുടെ പൊരിയിടത്തിൽ വളർത്തിയിരുന്ന കഞ്ചാവ് ചെടികളാണ് കാഞ്ഞാർ പോലീസ് നശിപ്പിച്ചത്. തൊടുപുഴ ഡിവൈഎസ്പി കെ.എം. സാബു മാത്യുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കാഞ്ഞാർ എസ്.ഐ. വി.എസ്. സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബുധനാഴ്ച ഉച്ചയോടെ മുതിയാമലയിലെത്തി കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചത്. പല പ്രായത്തിലുള്ള കഞ്ചാവ് ചെടികളാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. ശാസ്ത്രീയമായി തടമെടുത്ത് വളം ചെയ്തായിരുന്നു ഇവിടെ കഞ്ചാവ് കൃഷി ചെയ്തിരുന്നത്. സിബിയുടെ വീട് പൂട്ടിയിട്ടിരിക്കുന്നതിനാൽ പ്രതിയെ പിടികൂടാനായില്ല. കഞ്ചാവ് ചെടികൾ സീൽ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പ്രതിക്കു വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാഞ്ഞാർ സിഐക്കാണ് അന്വേഷണ ചുമതല. കാഞ്ഞാർ എസ്.ഐ. സുധാകരൻ, എ.എസ്.ഐ. ജയകുമാർ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സുനിൽ, ദീപക് എന്നിവരാണ് കഞ്ചാവ് ചെടികൾ പിടികൂടിയത്. VBC ന്യൂസ്, മൂലമറ്റം. ലയൺസ് ക്ലബ് തൊടുപുഴ എലൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ അരി വിതരണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ കെ. ദീപക് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ലയൺസ് എലൈറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സർവീസ് പ്രോജക്റ്റ് ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, ലയൺസ് എലൈറ്റ് ഒട്ടനവധിയായ സർവീസ് പ്രോജക്റ്റുകൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പുതിയ ഭരണസമിതി ശ്രീ ജയറാമിൻ്റെ നേതൃത്വത്തിൽ പ്രസിഡൻ്റായി, അതുപോലെ ശ്രീ യേശുദാസ് സെക്രട്ടറിയുമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അടുത്ത ഒരു വർഷത്തേക്കായി വലിയ ഒരു പദ്ധതികൾ ആണ്, പ്രത്യേകിച്ച് ജനോപകാരപ്രദമായ നിരവധിയായ ഒരു പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രോജക്റ്റുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തപ്പോഴും കാണാൻ സാധിച്ചത്. നിരവധിയായ സേവനങ്ങളാണ് ഇവർ അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമെന്നോണം ഈ വർഷത്തെ രണ്ടാമത്തെ പ്രോജക്റ്റായി ഈ ലയൺസ് ക്ലബിൻ്റെ പരിധിയിൽ വരുന്ന ആളുകൾക്ക് അരി വിതരണം ചെയ്തുകൊണ്ട് അത് നിരവധി കുടുംബങ്ങൾക്ക്
നിരവധിയായ കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ അരി വിതരണം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇവിടെ നടക്കുന്നത്. കൗൺസിലർ ബിന്ദു പത്മകുമാർ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് നിബു ജയറാം, റീജിയണൽ ചെയർമാൻ റോയ് ലൂക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു. മഴയത്തും ജനങ്ങളെ പൊള്ളിച്ച് പച്ചക്കറി വിപണി. ഭൂരിഭാഗം പച്ചക്കറി ഇനങ്ങളും വിലക്കയറ്റത്തിന്റെ പിടിയിലാണ്. എരിവിന് ഇപ്പോൾ പച്ചമുളക് കഴിക്കണമെന്നില്ല, വില കേട്ടാൽ മതി. കിലോയ്ക്ക് 42 രൂപ മുതൽ 46 രൂപ വരെയാണ് പച്ചമുളകിന് ചില്ലറ വില ഈടാക്കുന്നത്. തക്കാളിക്ക് കിലോയ്ക്ക് 34 രൂപയായിരുന്നു ബുധനാഴ്ചത്തെ വില. ഒരാഴ്ച മുൻപ് കിലോയ്ക്ക് 24 രൂപയായിരുന്നു തക്കാളി വില. ബീൻസിന് കിലോയ്ക്ക് 60 രൂപ മുതൽ 68 രൂപ വരെ വിൽപ്പനക്കാർ ഈടാക്കുന്നുണ്ട്. പച്ചക്കറിയിലെ കോലനായ മുരിങ്ങയ്ക്ക് കിലോയ്ക്ക് 100 രൂപ വരെ ചിലയിടങ്ങളിൽ ഈടാക്കുന്നതായി ജനങ്ങൾ പറയുന്നു. സവാള വില ഉയർന്നു കിലോയ്ക്ക് 36 രൂപയായി. ഇഞ്ചിക്ക് കിലോയ്ക്ക് 140, ഉള്ളിക്ക് 38, വെളുത്തുള്ളി 100, വൻപയർ 60, പടവലം 40, കോവയ്ക്ക 38, ക്യാരറ്റ് 50, ക്യാബേജ് 38, വെള്ളരിക്ക 30 എന്നിങ്ങനെയാണ് വിൽപ്പന വില. വില കൂടിയതോടെ വിൽപ്പന മോശമാണെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. പഴവിപണിയും വിലക്കയറ്റത്തിന്റെ പിടിയിൽ തന്നെ. 1 കിലോ ഏത്തപ്പഴത്തിന് മുടക്കണം 38 രൂപ. ഞാലിപ്പൂവിന് കിലോയ്ക്ക് 50 രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. പാളയംകോടന് കിലോയ്ക്ക് 30 രൂപയും പൂവൻ പഴത്തിന് 40, റോബസ്റ്റയ്ക്ക് 28 എന്നിങ്ങനെ നിരക്കുകളിൽ വിൽപ്പന തുടരുന്നു. ഫ്യൂജി ആപ്പിളിന് കിലോയ്ക്ക് 160 രൂപയും USA ആപ്പിളിന് കിലോയ്ക്ക് 180 രൂപയുമാണ് ഈടാക്കുന്നത്. ഓറഞ്ചിന് കിലോയ്ക്ക് 90, മുന്തിരി 60, മുസംബി 80 എന്നിങ്ങനെയാണ് മിക്ക കടകളിലും വിൽപ്പന. മഴയെത്തിയതോടെ പഴങ്ങളുടെ വിൽപ്പനയിലും ഗണ്യമായ കുറവുണ്ടായതായി വിൽപ്പനക്കാർ പറയുന്നു. ബേക്കറികളിൽ ഫ്രഷ് ജ്യൂസുകൾക്കും ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. VBC ന്യൂസ്, ഇടുക്കി. പുറപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നെടിയശാല ബ്രാഞ്ചിന്റെ പുതിയ മന്ദിരോദ്ഘാടനം ജൂലൈ 5 ശനിയാഴ്ച രാവിലെ 10 മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് VA ജോസഫ് വാഴപ്പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുറപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് നെടിശാല ബ്രാഞ്ച് പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ജൂലൈ 5 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PJ ജോസഫ് നിർവഹിക്കും. പുറപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നെടിശാല ബ്രാഞ്ച് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയായി. അടുത്ത ശനിയാഴ്ച ജൂലൈ 5 രാവിലെ 10 മണിക്ക് ബാങ്ക് പ്രസിഡന്റ് VA ജോസഫ് അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ജലവിഭവ മന്ത്രി ശ്രീ PJ ജോസഫ് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ലോക്കർ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM ആഗസ്ത്യ XMLA നിർവഹിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ആദ്യകാല അംഗങ്ങളെ ആദരിക്കുന്നു. ജോയിൻറ്റ് രജിസ്ട്രാർ ശ്രീ CC തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PS ജേക്കബ്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ VV മത്തായി, റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് MJ ജേക്കബ്, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് KI ആൻ്റണി, ഓഡിറ്റ് വിഭാഗം ജോയിൻറ്റ് ഡയറക്ടർ PC ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജോയി അഗസ്റ്റിൻ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ ശ്രീമതി ശ്രീജയ, ഓഡിറ്റ് വിഭാഗം അസിസ്റ്റൻറ്റ് ഡയറക്ടർ VM ജോസഫ്, തൊഴിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ KM ബാബു.